അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിനമാണ്. നമുക്കൊക്കെയും അറിഞ്ഞതുപോലെ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം വളരെ മഹത്വമുള്ള ദിവസമാണ്. സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിനങ്ങളിൽ മഹത്തുക്കളൊക്കെയും എല്ലാ ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിന്ന് ഇബാത്തുകളെ കൊണ്ട് മാത്രം അവർ ചെലവഴിക്കുന്ന ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം. മഹാന്മാരെ കൂടെ നമുക്കും സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വെള്ളിയാഴ്ച ദിനങ്ങളിൽ ധാരാളം സ്വലാത്തുകൾ പൊറുപ്പിച്ച് ചൊല്ലാൻ ഞാനും നീയും നിങ്ങളും സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. പരിശുദ്ധ മുഹറം മാസമാണ്. അള്ളാഹു ഈ മാസത്തിന്റെ ബറക്കത്തുകൾ മുത്തായ തങ്ങളെ സ്നേഹിച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ പൂമുഖം ഉറക്കിലും ഉണർവിലും കണ്ട് രസിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്തുകൾ, അതായത് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട സൂറത്താണ്. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം ഓതേണ്ട അതിപ്രധാനപ്പെട്ട അതായത് 4 സൂറത്തുകൾ. ഈ 4 സൂറത്തുകൾ, ഒന്നാമത് സൂറത്തുൽ ഫാത്തിഹ, അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് 2, അതേപോലെ തന്നെ മുഅവ്വിദത്തൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 4 സൂറത്തുകളെ 7 മറാത്തിൻ 7 പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അഅദഹുല്ലാഹു ബിഹാ മിനസ്സൂഹി ഇലൽ ജുമുഅത്തിൽ ഉഖ്റ, അടുത്ത ജുമുഅ വരേക്കും എല്ലാ വേണ്ടായ്മകളിൽ നിന്ന് അദ്ദേഹത്തിന് അത് കാവലാണ്. എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്ന്, ശൈത്താന്മാരുടെ ഫിത്നയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷജീവികളുടെ അതേപോലെ ആ വിഷജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അത് അദ്ദേഹത്തിന് കാവലാണ്. അപ്പോൾ ആ ആഴ്ചയിൽ അദ്ദേഹം സേഫാണ്, പ്രൊട്ടക്റ്റാണ്. ഈ പരിശുദ്ധ സൂറത്തുകളുടെ കാവലിലാണ് അവൻ. അത്രയും മഹത്വമുള്ള സൂറത്തുകളാണ്. അതുകൊണ്ട് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാർ 7 തവണ ഈ 4 സൂറത്തുകളെ പാരായണം ചെയ്യണം. സ്ത്രീകൾ അവരുടെ വീടുകളിൽ ദുഹ്ർ നിസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ദുഹ്ർ നിസ്കാരത്തിന് ശേഷം ഈ പറയപ്പെട്ട സൂറത്തുകൾ 7 തവണ പാരായണം ചെയ്യുക. ഈ പറയപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.